ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ വത്തക്ക വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കുമ്പിട്ടിങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കസ്കസ് ഒന്ന് കുതിർത്ത് വയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് വത്തക്കയാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുനുകുനാന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. അതല്ലാതെ മിക്സിയുടെ ജാറിലൊന്നിട്ട് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് ഡ്രിങ്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക. പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഇതിന് മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൂഹ് അഫ്സ സിറപ്പാണ്. അപ്പം നമുക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കസ്കസൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ, ഈ ചൂടുള്ള സമയത്തൊക്കെ കസ്കസൊക്കെ നമ്മൾ ലൈം ജ്യൂസിലോ അതുപോലെ ഇങ്ങനെ കുമ്പിട്ടിങ്ങ ജ്യൂസൊക്കെ അടിക്കുന്നതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല തണവ് കിട്ടും ശരീരത്തിനൊക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമും കാഷ്യും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ അങ്ങനെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് റൂഹ് അഫ്സ സിറപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തണവിന് ആവശ്യമായിട്ട് കുറച്ചും കൂടെ ഞാൻ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ നോമ്പ് സമയവും ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും വത്തക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്